ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്താ, നമ്മൾ ഡിറ്റർമിനന്റിന്റെ സെക്കൻഡ് സെക്ഷൻ ആണ് നമ്മൾ ഇനി പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്. എന്തൊക്കെയാണ് ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഡിറ്റർമിനന്റ് എന്താ അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. The properties of determinant that will introduce in this section will help us to simplify their evaluation. അപ്പം ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഞാൻ പറഞ്ഞു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ ഇവാലുവേഷൻ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, വിച്ച് ഈസ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി. The determinant remains unaltered if its row are changed into columns and the columns into rows. അതായത് ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഡിറ്റർമിനന്റിന്റെ റോസും കോളംസും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്താലും അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ചേഞ്ച് ഒന്നും ചെയ്യില്ല. അതെന്ന് പറയുന്നത് സ്റ്റിൽ അൺഅൾട്ടേർഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ എ എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനന്റ് 3, 3, 6, 8 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് എന്താ, റോയും കോളവും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്താൽ നമ്മൾ ട്രാൻസ്പോസ് കണ്ടു. അപ്പൊ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതിന്റെ ഡിറ്റർമിനന്റ് എന്താന്ന് നോക്കുക. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക, 3, 3, 6, 8 വരും അല്ലെ. ആദ്യം നമുക്ക് ഇതിന്റെ വാല്യൂ എന്താന്ന് നോക്കാം. ഇതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ, 3 into 8 എന്ന് പറയുമ്പോൾ 24 മൈനസ് ഇതെന്ന് പറയുമ്പോൾ 18 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 6 എന്ന് വരും. ഇനി നമ്മൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് ഇതിന്റെ വാല്യൂ എന്താന്ന് നോക്കാം. എ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, 24 മൈനസ് 18 again 6 എന്ന് വരും. അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് നമ്മൾ റോയും കോളവും ചേഞ്ച് ചെയ്തു. റോസ് ആർ ചേഞ്ച്ഡ് ഇൻടു കോളംസ് ആൻഡ് കോളംസ് ഇൻടു റോസ്. അങ്ങനെ ചെയ്താലും ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്താവുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, നമുക്ക് സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓൾ സീറോ പ്രോപ്പർട്ടി. ഇഫ് ഓൾ ദ എലമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ആർ സീറോ then the determinant is zero. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്ന ഡിറ്റർമിനന്റിന്റെ എല്ലാ റോസും അല്ലെങ്കിൽ എല്ലാ കോളംസും സീറോ ആണെങ്കിൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്താ, സീറോ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ കൂടുതൽ സീറോ ഉള്ളത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാവെന്ന് പറഞ്ഞു മിസ് ഫസ്റ്റ് തന്നെ പറഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞപ്പോൾ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഒരു റോ മൊത്തം സീറോ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ അടുത്തൊരു ABC ഉണ്ട്, ഇവിടെ 0, 0, 0, ദെൻ ഇവിടെ ഒരു 1, 2, 3 എന്തെങ്കിലും ആവട്ടെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഫോർ ഈസിയർ കാൽക്കുലേഷൻ നമ്മൾ എന്താ, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സീറോ ഉള്ള അത് വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമിനന്റ് കാണാന്ന് പറഞ്ഞു. അപ്പം ഇവിടെ മിസ് നോക്കുമ്പോൾ ഇവിടെ മൊത്തം സീറോ അല്ലേ. അപ്പൊ മിസ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക, 0 into സംതിങ് എന്തായാലും 0, മൈനസ് 0 into സംതിങ് 0, പ്ലസ് 0 into സംതിങ് അതും 0 അല്ലേ വരിക. ഇവിടെ സൈന് നോക്കുമ്പോൾ ഇവിടെ മൈനസ് എന്നായിരിക്കും അല്ലെ സ്റ്റാർട്ട് ചെയ്യാം. 0 ആയതുകൊണ്ട് പ്രശ്നമില്ല, എന്നാലും നമ്മൾ പറയുമ്പോൾ മൈനസ് 0 into സംതിങ് പ്ലസ് 0 into സംതിങ് ഇവിടെ മൈനസ് 0 into സംതിങ് ആയിട്ടായിരിക്കും വരിക. അപ്പൊ എന്താ, മൊത്തം ഡിറ്റർമിനന്റ് വാല്യൂ എന്ത് കിട്ടും, 0 കിട്ടും. ഇതിപ്പം ഒരു റോ മൊത്തം 0 ആയപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. അതേപോലെ ഒരു കോളം മൊത്തം 0 ആണെങ്കിൽ നമ്മൾ അലോങ് ആ കോളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. അപ്പൊ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി. നമുക്ക് ഓൾറെഡി അറിയുന്നത് തന്നെയല്ലേ. അപ്പം അതാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. ഇഫ് ഓൾ ദ എലമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ആർ 0 then the determinant is 0. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും, ഓൾ സീറോ പ്രോപ്പർട്ടി എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ. ഇനി നമ്മൾ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താടാ, പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ പ്രോപ്പർട്ടി. ഇഫ് ദ എലമെന്റ്സ് ഓഫ് എ റോ ആർ പ്രൊപ്പോർഷണൽ ടു ദ എലമെന്റ്സ് ഓഫ് സം അതർ റോ then the determinant is 0. അപ്പം രണ്ട് റോസ് എടുക്കുകയാണെങ്കിൽ മിസ് ഇപ്പം റോ വെച്ച് പറയും, ഇതേ സാധനം തന്നെ കോളത്തിനും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പൊ പറയുമ്പോൾ നമ്മളിങ്ങനെ റോ അല്ലെങ്കിൽ കോളം റോ അങ്ങനെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലേ. സോ മിസ് ഇപ്പൊ റോ വെച്ചിട്ട് പറയാമെന്ന് വിചാരിക്കാം. അതായത് ഒരു റോയുടെ എലമെന്റ് വേറെ ഒരു റോക്ക് ഒന്നെങ്കിൽ ഈക്വൽ ഐഡന്റിക്കൽ ആണ് അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് എന്താ, ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു AB ആണെന്ന് വിചാരിക്കാം. എന്റെ സെക്കൻഡ് കോളം റോ എന്ന് പറയുന്നത് ഒരു 2A 2B ആണെന്ന് വിചാരിക്കാം. അപ്പം ഈ സെക്കൻഡ് റോ എന്ന് പറയുന്നത് എന്റെ ഫസ്റ്റ് റോക്ക് ഐഡന്റിക്കൽ അല്ല, പ്രപ്പോർഷണൽ അല്ലേ. സോ ഇതിന്റെ വാല്യൂ എന്താ വരിക നോക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു 2 into AB മൈനസ് ഇവിടെ എന്ത് വരും, 2 into AB.
വിച്ച് ഇസ് ഈക്വൽ ടു എന്താ 0. അതല്ലേ ഇവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കുന്നു. നമുക്കിതിപ്പം 2/2 അല്ലേ, നമുക്കൊരു 3/3 നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ABC. ഇവിടെ ഒരു 2A 2B ആൻഡ് 2C ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഇപ്പൊ 0 1 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈസിയർ കാൽക്കുലേഷൻ ആണ് മിസ് ഇങ്ങനെ എഴുതിയത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താ ABC, ഇവിടെ 2A 2B 2C. അപ്പൊ ഇത് പ്രപ്പോർഷണൽ അല്ലേ. ഇനി ഞാനിപ്പോ അലോങ് തേർഡ് റോ ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. അപ്പം ഈ ഫസ്റ്റ് പാർട്ട് വേണോ? വേണ്ട. മൈനസ് 1 ഇൻറ്റു ഈ 1 വരുന്ന റോയും കോളോ ഒഴിവാക്കിയാൽ എന്ത് വരും? A2C അല്ല AC 2A 2C എന്ന് വരും അല്ലേ, പ്ലസ് 0 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു ഇതെന്താ 2AC മൈനസ് 2AC അഗെയിൻ ഈക്വൽ ടു 0. അതായത് നമുക്ക് എന്ത് കിട്ടി? 2 റോ എന്ന് പറയുന്നത് ഇവിടെ പ്രൊപ്പോർഷണൽ ആയപ്പോൾ നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താ കിട്ടിയത്? 0 കിട്ടി. അത് തന്നെയാണ് അവർ പറഞ്ഞത്. 2 റോ അല്ലെങ്കിൽ 2 കോളം ഐഡന്റിക്കലോ പ്രൊപ്പോർഷണലോ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി പ്രോപ്പർട്ടി എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്നും ഇങ്ങനെ കാണാനില്ല. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പിലായിട്ടാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുക. ഇത് മിസ് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി കൂടുതൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി സ്വിച്ചിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ ഇന്റർചേഞ്ച് ഓഫ് എനി 2 റോസ് ഓർ കോളംസ് ഓഫ് ദ ഡിറ്റർമിനന്റ് ചേഞ്ചസ് ഇറ്റ് സൈൻ. അതായത് നമ്മൾ ഒരു ഡിറ്റർമിനന്റിന്റെ 2 റോസ് തമ്മിൽ ചേഞ്ച് ചെയ്യുക. അതായത് റോസ് ഇൻറ്റു കോളംസ് അങ്ങനെയല്ല, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസല്ല. 2 റോസ് ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാനിപ്പം ഫസ്റ്റത്തെ റോ ഈസ് ചേഞ്ചസ് ആസ് സെക്കൻഡ്, അതായത് ആദ്യത്തെ റോനെ ഞാൻ രണ്ടാമത്തെ റോ ആക്കി, എന്നിട്ട് രണ്ടാമത്തെ റോനെ ആദ്യത്തെ റോ ആക്കി, അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുന്നത്? ഡിറ്റർമിനന്റിന്റെ സൈന് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം മുമ്പ് ചെയ്ത് നോക്കി ഈ ഒരു എക്സാമ്പിൾ ഇല്ലേ, നമ്മുടെ 3 3 6 8, അതന്നെ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്തായിരുന്നു 3 3 6 8 അല്ലേ? അവിടെ നമുക്ക് ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താടാ കിട്ടിയത്? നമുക്ക് ഡിറ്റർമിനന്റിന്റെ വാല്യൂ 6 അല്ലേ കിട്ടിയത്? 6 അല്ലേ കിട്ടിയത്? ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഞാനിപ്പോ ഈ ഫസ്റ്റ് റോനെ സെക്കൻഡ് റോ ആക്കി ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഈ സെക്കൻഡ് റോ ഫസ്റ്റ് ആക്കി ഇന്റർചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് 6 8 3 3 ഇങ്ങനെ കണ്ടു. എന്നിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുകയാണെങ്കിൽ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 18 മൈനസ് 24 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? -6. അതാണ് അവർ പറഞ്ഞത്. എനിക്ക് ആദ്യം എന്തായിരുന്നു കിട്ടിയത്? 6 ആയിരുന്നു കിട്ടിയത് അല്ലെ. അപ്പൊ നമ്മള് റോ എന്ന് പറയുന്നത് ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ സൈനിൽ ഒരു ഡിഫറൻസ് വന്നു, സൈൻ ചേഞ്ച് ചെയ്തു. അതാണ് അവർ പറയുന്ന സ്വിച്ചിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂവിൽ സൈനിൽ ഒരു ചേഞ്ച് വരും. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് പറയുന്നത് സ്കേലാർ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി. സ്കേലാർ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താടാ? If all the elements of a row of a determinant are multiplied by a non-zero constant, then the determinant gets multiplied by the same constant. അതായത് ഞാനിപ്പം ഒരു ഡിറ്റർമിനന്റിന്റെ ഒരു റോ മൊത്തം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇൻറ്റു ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിറ്റർമിനന്റിന്റെ ഫൈനൽ വാല്യൂ വരുന്ന ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്തായിരിക്കും? ആ കോൺസ്റ്റന്റും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്ന വാല്യൂ ആണ് വരിക. അതായത് നമ്മളിപ്പം പറഞ്ഞ ഈ ഒരു സെയിം എക്സാമ്പിൾ വെച്ച് 3 3 6 8 അല്ലെ, നമ്മുടെ 3 3 6 8 വെച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പം ഇതിന്റെ ഈ ഫസ്റ്റ് റോ എന്ന് പറയുന്നതിന് ഇൻറ്റു 4 ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇൻറ്റു 4 ചെയ്താൽ ഇത് എന്ത് വരും? 12 12 6 8 എന്ന് വരും. ഓക്കെ, ഇൻറ്റു 4 ചെയ്തു ഞാൻ. ഇത് ഈക്വൽ ടു അല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എനിക്ക് എന്തായിരുന്നു കിട്ടിയത്? 6 അല്ലേ കിട്ടിയത്? ഫൈനൽ ആൻസർ എനിക്ക് എന്ത് കിട്ടണം? 24 കിട്ടണം. അതായത് ഇതിന് നമ്മൾ ഈ ഒരു റോനെ 4 ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടണം? ഇൻറ്റു 4 കിട്ടണം. അതല്ലേ ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഇതെന്ത് വരും? 12 ഇൻറ്റു 8 മൈനസ് 6 ഇൻറ്റു 12 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ എന്താ? 96 മൈനസ് 6 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ എന്താ? 72 വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? 24 ആണല്ലോ. യെസ്, ഈ 24 എന്ന് പറഞ്ഞാൽ എന്താ? 6 ഇൻറ്റു 4 ആണ്. നമുക്ക് നേരത്തെ കിട്ടിയ 6നെ അപ്പൊ നമ്മൾ ആ ഡിറ്റർമിനന്റ് വാല്യൂനെ എന്താക്കി? 4 കൊണ്ട് ഇൻറ്റു ചെയ്തു. നമ്മളിപ്പോ ഒരു റോനെ 4 ആയിട്ട് ഇൻറ്റു ചെയ്തപ്പോൾ 4 അല്ലെങ്കിൽ മേ ബി ഒരു കോൺസ്റ്റന്റ് നോൺ സീറോ കോൺസ്റ്റന്റ് ആയിട്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമ്മൾ ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്തായി? ആ കോൺസ്റ്റന്റും ആയിട്ട് മൾട്ടിപ്ലൈ. അതാണ് ഈ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പറയുന്നത് എന്താ? സം പ്രോപ്പർട്ടി. സം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുത്തൊരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഉണ്ട് a1 പ്ലസ് b1 c1 d1 a2 പ്ലസ് b2 c2 d2
A3 പ്ലസ് B3 C3 D3. ഇങ്ങനെയാണ് നമുക്ക് വരുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്നാ പറയുന്നത്? ഈ പ്രോപ്പർട്ടി A1 C1 D1 A2 C2 D2 A3 C3 D3 അതായത് ഇവിടെയുള്ള ഈ A1 പ്ലസ് B1നെ എനിക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് A1 C1 D1 എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനന്റ് ആക്കിയിട്ട് A2 C2 D2 A3 C3 D3 ഇതൊരു ഡിറ്റർമിനന്റ് ആക്കിയിട്ട് പ്ലസ് ഇനി ഇത് അടുത്തൊരു ഡിറ്റർമിനന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഏതാണെന്നാണ് അവർ പറയുന്നത്. ദാറ്റ് ഈസ് B1 C1 D1 B2 C2 D2 B3 C3 D3. ക്ലിയർ അല്ലേ? ഇതാണ് സം പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ മിസ് പറഞ്ഞില്ല, അതേപോലെ യൂസ് ചെയ്യൂട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്മുടെ സം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, A1 പ്ലസ് B1 C1 D1 A2 പ്ലസ് B2 C2 D2 A3 പ്ലസ് B3 C3 D3 ഇതൊരു ഡിറ്റർമിനന്റ് ഉള്ളിലാണെങ്കിൽ നമുക്ക് ഈ പ്ലസ് എന്ന് പറയുന്നതിനെ സെപ്പറേറ്റ് രണ്ട് ഡിറ്റർമിനന്റ് ആക്കിയിട്ട് പ്ലസ് ഇട്ടിട്ട് എഴുതാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഫൈനലി പറയുന്ന എന്താ? പ്രോപ്പർട്ടി ഓഫ് ഇൻവേരിയൻസ്. പ്രോപ്പർട്ടി ഓഫ് ഇൻവേരിയൻസ് എന്താണ്? എ ഡിറ്റർമിനന്റ് റിമൈൻസ് അൺആൾട്ടേർഡ് ബൈ ആഡിങ് ടു എ റോ k ടൈംസ് സം ഡിഫറെന്റ് റോ. അതായത് ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ഞാനിപ്പം ഒരു റോ, ഇപ്പൊ എന്റെ കയ്യിലുള്ള ഡിറ്റർമിനന്റ് A1 A2 A3 A1 B1 C1 A2 B2 C2 A3 B3 C3 ഇതാണ് എന്റെ കയ്യിലുള്ള ഡിറ്റർമിനന്റ് എന്ന് വിചാരിക്കുക. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ അൺആൾട്ടേർഡ് ആയിട്ട് നിൽക്കും എന്ത് ചെയ്താലും. ഇപ്പൊ ഞാൻ ഈ ഒരു സെക്കൻഡ് കോളം ഇല്ലേ എന്റെ B1 B2 B3 എന്ന് പറയുന്നത്, ഇതിനെ k ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഫസ്റ്റ് കോളത്തിനോട് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് A1 പ്ലസ് ഒരു k B1, അപ്പം A2 പ്ലസ് ഇതിനെ മൊത്തം k കൊണ്ട് ഇൻറ്റു ചെയ്തല്ല, അപ്പൊ k B2 A3 പ്ലസ് k B3, പിന്നെ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ B1 B2 B3 C1 C2 C3. ഇങ്ങനെ ചെയ്താലും ഡിറ്റർമിനന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്തത്? എന്റെ ഫസ്റ്റ് കോളം ഈസ് ചേഞ്ചസ് ആസ് C1 പ്ലസ് k ഇൻറ്റു C2. എന്റെ സെക്കൻഡ് കോളത്തിനെ k ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് കോളത്തിനോട് ആഡ് ചെയ്യുന്ന രീതിയിൽ ഫസ്റ്റ് കോളത്തിനെ ഞാൻ ചേഞ്ച് ആക്കി. ഇങ്ങനെ ചെയ്താലും നമ്മുടെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ആവില്ല. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഓഫ് ഇൻവേരിയൻസ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ പ്രോപ്പർട്ടീസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, നന്നായിട്ട് ഓർത്ത് വെക്കുക. കാരണം ഇതൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അല്ലാതെ ജസ്റ്റ് ഇത് വെരിഫൈ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിക്കോളും. ഇപ്പൊ കേൾക്കുമ്പോൾ എന്തോ സംഭവമാണെന്ന് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ട്രയാങ്കിൾ പ്രോപ്പർട്ടി. ഇഫ് ഓൾ ദ എലമെന്റ്സ് ഓഫ് എ ഡിറ്റർമിനന്റ് എബവ് ഓർ ബിലോ ദ മെയിൻ ഡയഗണൽ കൺസിസ്റ്റ് ഓഫ് 0, then the determinant is equal to the product of diagonal elements. ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ഇഫ് ഓൾ ദ എലമെന്റ് ഓഫ് എ ഡിറ്റർമിനന്റ് എബവ് ഓർ ബിലോ ദ മെയിൻ ഡയഗണൽ, അതായത് മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ABC ആണ് നമ്മുടെ മെയിൻ ഡയഗണൽ എന്ന് വിചാരിക്കാം. ഇഫ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ ഡിറ്റർമിനന്റ് എബവ്, ഇതിന്റെ മേലെ വരുന്ന എല്ലാ എലമെന്റ്സും, ഇപ്പൊ ഇവിടെ A0 0 B0, ഇതിന്റെ മേലെ വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ diagonal consists of 0, then the determinant is equal to the product of diagonal elements. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാനൊരു 1 2 3 ഇതാണ് എന്റെ ഡിറ്റർമിനന്റ് എന്ന് വിചാരിക്കുക. അതായത് A0 0 1 B0 2 3 C ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ പ്രോപ്പർട്ടി പറയുന്നത് എന്താടാ? ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പം ഇതിന്റെ വാല്യൂ അപ്പൊ എന്താ വരിക? ABC. ഇതേപോലെ തന്നെ ഇപ്പം ഇതിപ്പം എബവ് അല്ലേ, ബിലോ ആണ് കിട്ടുന്നതെങ്കിലും, അതായത് A0 0, ഇവിടെ ഒരു 1 2 ആണെങ്കിലും കുഴപ്പമില്ല. B0, ഇവിടെ ഒരു 3 കൊടുക്കാം. അതായത് ഇപ്പൊ ഇവിടെ നോക്ക്, ബിലോ ഈ മെയിൻ ഡയഗണലിന്റെ ബിലോ വരുന്ന എലമെന്റ്സ് 0 ആണ് കിട്ടിയത്. ഇതാണ് നമ്മുടെ മെയിൻ ഡയഗണൽ കേട്ടോ. അങ്ങനെയാണെങ്കിലും ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്നാണ് എട്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ട്രയാങ്കിൾ പ്രോപ്പർട്ടി പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുക. ജസ്റ്റ് പ്രോപ്പർട്ടി എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മളിപ്പോ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു വാല്യൂ കിട്ടി, ഇവിടെ ഒക്കെ 0 ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡയഗണൽ എലമെന്റ്സിന്റെ സം എടുത്തിട്ട് ഇതായിരിക്കും ബൈ ട്രയാങ്കുലർ പ്രോപ്പർട്ടിനെ എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇത് കുറച്ചും കൂടി ക്ലിയർ ആകും. ഇനി നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് എന്താ വെച്ചാൽ, ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് 1a a square 1b b square 1c c square is equal to b minus a c minus a and c minus b. ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. എന്താ നമുക്ക് ഷോ ചെയ്യേണ്ടത്? ഈ ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്
ഇതാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ LHS നോക്കുമ്പോൾ ഇവിടെ 1 1 1 ഉണ്ടല്ലേ. അപ്പൊ നമുക്കറിയാം ഈ 1 എന്ന് പറയുന്നതും ഈ 1 എന്ന് പറയുന്നതും 0 ആയാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും ചെയ്യാൻ, നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, 0 ആണ് കൂടുതൽ വരുന്നതെങ്കിൽ. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് മിസ് എന്ത് എഴുതു, ഇതില് R2 ഈസ് ചേഞ്ചസ് ആസ് R2 മൈനസ് R1. അതായത് ഇവിടെ ഈ 1നെ എനിക്ക് 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, ഈ 1നെ ഈ 1 കൊണ്ട് മൈനസ് ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞു ഒരു റോനെ എന്തെങ്കിലും ഒരു സാധനമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റേതായിട്ട് ആഡ് ചെയ്താലും ഒന്നും വാല്യൂ ചേഞ്ച് ആവില്ല. എനിക്ക് ഡിറ്റർമിനന്റ് വാല്യൂ ചേഞ്ച് ആവാനും പാടില്ല, ഇത് കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ട് ചെയ്യും വേണം. അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്തു, R2 is changes as R2 minus R1. R2 minus R1 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ എന്താ നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ സ്കേലാർ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി, ഇതല്ലേ പറഞ്ഞേ, സോറി സ്കേലാർ മൾട്ടിപ്പിൾ അല്ലേ പറഞ്ഞേ, ഇതാ ഇത് തന്നെ. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു പ്രോപ്പർട്ടി ഓഫ് ഇൻവേരിയൻസ്. പ്രോപ്പർട്ടി ഓഫ് ഇൻവേരിയൻസ് നമ്മൾ എന്താ പറഞ്ഞത്, ഇപ്പം നമ്മൾ ഈ A1നെ A1 plus K B1 ആക്കിയാലും ഡിറ്റർമിനന്റ് ചേഞ്ച് ആവില്ല എന്ന്. അപ്പം ഇവിടെ നമ്മളിപ്പോ അതേപോലെ ഈ പ്രോബ്ലത്തിൽ നമ്മളിപ്പോ എന്താ ചെയ്തേ, R2നെ എങ്ങനെ ചേഞ്ച് ആക്കി, R2 plus minus 1 into R1, അതാണ് ഈ R2 minus R1 എന്ന് പറയുന്നത്. അങ്ങനെ ആക്കാനും നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താവില്ല, ചേഞ്ച് ആവില്ല, നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട്. ഓക്കെ, അതേപോലെ ഞാൻ R3നെയും എങ്ങനെ ചേഞ്ച് ചെയ്യാം, R3 ചേഞ്ചസ് ആസ് R3 മൈനസ് R1. അപ്പം ഈ 1ഉം എന്താകും, 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ അതും എനിക്ക് 0 ആയി കിട്ടും. അപ്പൊ നമുക്ക് 1 0 0 ആയാൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുമല്ലോ ചെയ്യാൻ. സോ അപ്പം വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും, ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് 1 a സ്ക്വയർ, ഫസ്റ്റ് റോക്ക് വ്യത്യാസം ഒന്നുമില്ല. 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 ഈക്വൽ ടു 0, b മൈനസ് a സെക്കൻഡ് റോ മൈനസ് ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും, b സ്ക്വയർ മൈനസ് a സ്ക്വയർ. അതേപോലെ ഇവിടെ 0 c മൈനസ് a, പിന്നെ എന്ത് വരും, c സ്ക്വയർ മൈനസ് a സ്ക്വയർ. ഇത് ക്ലിയർ അല്ലേ, ഇത് എങ്ങനെയാ ചെയ്തത്, എന്തിനാ ചെയ്തതെന്നൊക്കെ ഉള്ളത് ക്ലിയർ അല്ലേ. നമ്മൾ ഇത് 1 0 0 ആയി കിട്ടിയാൽ കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം ഇനി എനിക്ക് അലോങ് ഫസ്റ്റ് കോളം ആണ് ഞാൻ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഈ രണ്ട് കാൽക്കുലേഷൻ ഒഴിവായി കിട്ടിയില്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇത് എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 into ഡിറ്റർമിനന്റ് b മൈനസ് a, b സ്ക്വയർ മൈനസ് a സ്ക്വയർ, c മൈനസ് a ആൻഡ് c സ്ക്വയർ മൈനസ് a സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഉണ്ട്, ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ എന്ന് എഴുതാം. അതേപോലെ ഈ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം, സി മൈനസ് എ ഇൻറ്റു സി പ്ലസ് എ എന്ന് എഴുതാം. ഓക്കെ അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് റോല് കോമൺ ആയിട്ട് ആരുണ്ട്, ഒരു ബി മൈനസ് എ ഇല്ലേ, അതിന് ഞാൻ പുറത്തേക്ക് എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു ഈ സെക്കൻഡ് റോല് കോമൺ ആയിട്ട് ആരുണ്ട്, സി മൈനസ് എ ഇല്ലേ, അതിനെയും ഞാൻ പുറത്തേക്ക് എടുത്തു, സി മൈനസ് എ ഇൻറ്റു പിന്നെ അവിടെ ബാക്കിയുള്ള ആരാ, 1 ബി പ്ലസ് എ, ഇവിടെ 1 എന്ത് വരും, സി പ്ലസ് എ ഉണ്ടാവും അല്ലെ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുണ്ടെങ്കിൽ അത് പുറത്തെടുക്കാം. അതൊക്കെ നമ്മളിപ്പം മുന്നേ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ടാട്ടോ നമുക്ക് കിട്ടുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ എന്താക്കുക, ഇതിന്റെ വാല്യൂ കാണാം. ഇതിന്റെ വാല്യൂ കാണാൻ നമുക്ക് എന്ത് കിട്ടും, ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ഇതെന്ത് വരും, സി മൈനസ് എ, സി മൈനസ് അല്ല സി പ്ലസ് എ മൈനസ് എന്ത് വരും, ബി പ്ലസ് എ. അതായത് സി പ്ലസ് എ മൈനസ് ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ഇതും ഇതും പോകും, ദാറ്റ് ഈസ് സി മൈനസ് ബി എന്ന് വരും. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി. അതാണല്ലോ നമുക്ക് ഷോ ചെയ്യേണ്ടത്, ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം അത് നമുക്ക് കിട്ടും. അപ്പം ഈ കാൽക്കുലേഷൻ എളുപ്പമാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാ, നമ്മളിപ്പം പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തു അല്ലെ ഇവിടെ ഇതിന്റെ ഉള്ളില്. അത് നമ്മൾ ഇതിനെ 1 0 0 ആക്കാൻ വേണ്ടിയിട്ട് R2 ചേഞ്ചസ് R2 മൈനസ് R1 ചെയ്തു, R3യും അതേപോലെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ 0 ആയി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, അലോങ് ഫസ്റ്റ് കോളം നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ 1 ഇൻറ്റു ഇങ്ങനെ കിട്ടി. പിന്നെ നമ്മൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ നമ്മൾ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എന്ന് എഴുതി. പിന്നെ നമ്മൾ അടുത്ത പ്രോപ്പർട്ടി യൂസ് ചെയ്തു, അതായത് ഇവിടെ കോമൺ ആയിട്ട് വരുന്നതിന് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ബി മൈനസ് എ ഇൻറ്റു ഇവിടെ കോമൺ ആയിട്ട് വരുന്ന സി മൈനസ് എനെ പുറത്തെടുത്തു. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ, ഫൈനൽ ആൻസർ കിട്ടി. നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ കാൽക്കുലേഷൻ എന്തായി, നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഈസിയർ ആയി അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടുനോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ,
evaluate the determinant 1 omega square 1 omega square 1 omega, where omega is a cube root of unity. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് ഇതിന്റെ ഡിറ്റർമിനന്റ് കാണണം. നമുക്ക് എന്താന്ന് വെച്ചാൽ ഒമേഗ എന്ന് പറയുന്നത് എന്താ, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. അപ്പൊ ഇത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, അവിടുന്ന് തന്നെ നമുക്ക് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാല് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത് കിട്ടുന്നത് നമുക്ക് അവര് ഒമേഗ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ അറിയുന്ന കാര്യം ഇതാ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇനി ഒരു ഡിറ്റർമിനന്റിനെ കൊണ്ടുവരണം. ഇതിലേക്ക് ഈ ഒരു ഡിറ്റർമിനന്റിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 1 ഉണ്ട്, ഒമേഗ ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്. ഇവിടെയും എല്ലാത്തിലും 1 ഉണ്ട്, ഒമേഗ ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയുന്നത് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് നമുക്കറിയാം. പ്ലസ് നമ്മൾ ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോളംസും റോസും ഒക്കെ ആഡ് ഒക്കെ ചെയ്താലും എന്താവില്ല, ഡിറ്റർമിനന്റിന്റെ വാല്യൂ ചേഞ്ച് ആവില്ല. സോ ഇവിടെ ഞാൻ ചെയ്യുന്ന എന്താ വെച്ചാൽ C1 ഈസ് ചേഞ്ചസ് ആസ് C1 പ്ലസ് C2 പ്ലസ് C3. അതായത് ഞാൻ ഫസ്റ്റ് കോളത്തിനെ എങ്ങനെ മാറ്റുന്നു, ഫസ്റ്റ് കോളം ഈസ് ചേഞ്ചസ് ആസ് C1 പ്ലസ് C2 പ്ലസ് C3. അപ്പം എനിക്ക് ഫസ്റ്റ് കോളം എങ്ങനെ ചേഞ്ച് ആകും, ഇവിടെ നോക്കുമ്പോൾ എന്ത് വരും, ഇവിടെ 1 പ്ലസ് ഒമേഗ സ്ക്വയർ, ഇവിടെ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 1, ഇവിടെ ഒമേഗ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഒമേഗ, അങ്ങനെ ചേഞ്ച് ആവുമല്ലോ. അപ്പൊ ഞാൻ അതിനെ which implies 1 plus omega square, അടുത്തതും 1 plus omega square, അടുത്തതും 1 plus omega square എന്ന് വരും. സെക്കൻഡ് കോളത്തിന് ചേഞ്ച് ഉണ്ടോ, ഇല്ല, സെയിം തന്നെ. സെക്കൻഡ് കോളം നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഒമേഗ സ്ക്വയർ 1 എന്ന് വരും, ഒമേഗ സ്ക്വയർ 1. ആൻഡ് തേർഡ് കോളം എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ 1 ഒമേഗ എന്ന് വരും. ഇത് ക്ലിയർ അല്ലേ? നമ്മളിപ്പോ നമുക്ക് അറിയുന്ന ഒരു ഫോമിലേക്ക് നമ്മുടെ തന്ന ഡിറ്റർമിനന്റിനെ കൊണ്ടുവന്നതാട്ടോ. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. ഒമേഗ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് തന്നതുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 0 എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് 0 0 0 ഒമേഗ സ്ക്വയർ 1 ആൻഡ് 1 ഒമേഗ. ഓക്കെ, ഇത്രയും കിട്ടി. വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ നോക്കടാ, നമ്മളൊരു പ്രോപ്പർട്ടി ഓൾ 0 പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ഒരു റോയോ ഒരു കോളോ മൊത്തം 0 ആണെങ്കിൽ നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് മൊത്തം 0 ആയതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇപ്പൊ നോക്ക് എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടു അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് കിട്ടി, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി, 0 ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ, ഈ ഒരു പ്രോബ്ലം ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത പ്രോബ്ലം എന്താടാ പറയുന്നത്, ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് b പ്ലസ് c c പ്ലസ് a പ്ലസ് b c പ്ലസ് a പ്ലസ് b b പ്ലസ് c a പ്ലസ് b b പ്ലസ് c c പ്ലസ് a വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡിറ്റർമിനന്റ് a b c b c a c a b. പറയുമ്പോൾ എന്തൊക്കെയോ കേൾക്കുന്ന പോലെ ഉണ്ടല്ലേ. സംഭവം സിമ്പിൾ ആണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എനിക്ക് 2 വരണം, പിന്നെ എ ബി സി എന്നുള്ള ഫോമിലാവും വേണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ബി പ്ലസ് സി ഉണ്ട്, ഇവിടെ സി പ്ലസ് എ ഉണ്ട്, ഇവിടെ എ പ്ലസ് ബി ഉണ്ട്. അപ്പൊ ഞാനിപ്പം ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഒരു 2a വരും, ഒരു 2b വരും, ഒരു 2c വരും. ഓക്കെ, അപ്പൊ 2a 2b 2c, അപ്പൊ നമുക്ക് 2 എന്നും കിട്ടും, ഈ എ ബി സി ആ ഒരു ഫോമിലും കിട്ടും. അപ്പൊ നമ്മൾ എന്താക്കുക, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് ചിന്തിക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ഫോമിലേക്കാണ് ആക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, C1 ഈസ് ചേഞ്ചസ് ആസ് C1 പ്ലസ് C2 പ്ലസ് C3 വിച്ച് ഇംപ്ലൈസ്, അങ്ങനെ മാറ്റുമ്പോൾ എന്ത് വരും, ഇവിടെ ബി പ്ലസ് ബി എന്ന് പറയുമ്പോൾ 2b, ഇവിടെ 2a ആൻഡ് 2c എന്ന് വരും അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ 2 ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം. അതേപോലെ അടുത്തത് എന്ത് വരും, ഇവിടെ c പ്ലസ് സി വരുമ്പോൾ അവിടെയും 2c വരും, ഇവിടെ 2a ഉണ്ട് 2b ഉണ്ട്. അപ്പം അടുത്ത എലമെന്റും സെക്കൻഡ് എലമെന്റ് ഞാൻ എങ്ങനെ എഴുതി, 2 ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതി, എ പ്ലസ് ബി പ്ലസ് സി. അടുത്ത എലമെന്റും 2 ഇൻറ്റു എന്ത് വരും, എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതി. ഓക്കെ, ബാക്കി എലമെന്റിനൊന്നും ചേഞ്ച് ഇല്ല. സി പ്ലസ് എ പ്ലസ് ബി ആൻഡ് എ പ്ലസ് ബി, ഇവിടെ ബി പ്ലസ് സി, ഇവിടെ ബി പ്ലസ് സി ആൻഡ് ഇവിടെ സി പ്ലസ്, വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഈ 2 എന്ന് പറയുന്നത് ഈ ഒരു കോളത്തിൽ എന്താ കോമൺ അല്ലേ. അപ്പൊ അതിനെ എനിക്ക് എന്ത് ചെയ്യാം, പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതിനെ എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനെന്താ മിസ് പുറത്തെടുക്കാത്തത്,
നമുക്ക് ഈ ഒരു ഫോമിലേക്കാണ് മാറ്റേണ്ടത്. നമുക്ക് എന്തിലേക്കാണോ മാറ്റേണ്ടത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇപ്പൊ ഇവിടെ എനിക്ക് 2 × a + b + c എന്ന് പറഞ്ഞ എന്തെങ്കിലും ആണ് വന്നതെങ്കിൽ ഞാൻ അതിനെ പുറത്തെടുക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, എന്താണ് ഷോ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. a + b, b + c, a + b, b + c ആൻഡ് c + a. ഇനി ഇവിടെ എനിക്ക് എന്ത് കിട്ടണം? b മാത്രമായിട്ട് കിട്ടണം അല്ലെ. ഇവിടെ b മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ c2 is changes as c2 minus c1 എന്ന് ചെയ്യാം. അപ്പൊ ഇവിടെ എയും സിയും ഉണ്ട്, അത് മൈനസ് ഇവിടുത്തെ എയും സിയും പോയാൽ ഇവിടെ ഒരു b ബാക്കി വരൂലേ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ c2 is changes as c2 minus c1, അതേപോലെ c3 is changes as c3 minus c1 എന്ന് ചെയ്യാം. വിച്ച് ഇംപ്ലൈസ് അപ്പൊ നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ ഡെൽറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 × ഇവിടെ a + b + c തന്നെ, ഇവിടെ a + b + c തന്നെ, ഇവിടെയും a + b + c തന്നെ. ഇനി ഞാൻ ഇവിടെ എന്താ പറഞ്ഞത്? c2 is changes as c2 minus c1. ഇവിടെ c + a ആണുള്ളത്. c + a minus a + b + c. അപ്പം പറയുകയാണെങ്കിൽ c + a minus a + b + c എന്ന് പറയുമ്പോൾ എയും എയും പോകും, സിയും സിയും പോകും. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് എന്താ? ഒരു -b അല്ലേ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? -b എന്ന് വരും. അതേപോലെ ഇവിടെ a + b അല്ലേ. a + b എന്ന് പറയുമ്പോൾ അത് മൈനസ് a + b + c എന്ന് പറയുമ്പോൾ a + b a + b പോകും. ബാക്കി എന്ത് വരും? ഒരു -c ഉണ്ടാവും, ഒരു മൈനസ് ഉണ്ടാവും കേട്ടോ, -c ഉണ്ടാവും. അതേപോലെ നെക്സ്റ്റ് b + c എന്ന് പറയുന്നത് b + c യും പോകും, ബാക്കി ഒരു -a ഉണ്ടാവും. ഇവിടെ -a വരും. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ c3 is changes as c3 minus c1. c3 minus c1 എന്ന് പറയുമ്പോൾ ഇവിടെ a + b ഉണ്ട്, a + b മൈനസ് ഇവിടെ ഒരു a + b + c ഉണ്ട്, a + b മൈനസ് a + b പോകും, ഇവിടെ ഒരു -c ബാലൻസ് വരും. അപ്പൊ ഇവിടെ -c. രണ്ടാമത്തത് b + c പോകും, b + c പോകും, -a വരും, ബാലൻസ് -a. ലാസ്റ്റ് എന്ത് വരും? അതേപോലെ c + a ഉണ്ട്, അതും ഈ ഒരു c + a പോയാൽ ബാക്കി ഒരു -b വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഞാൻ നോക്കുമ്പോൾ ഈ ഒരു കോളത്തിൽ കോമൺ ആയിട്ട് -1 ഉണ്ട്, ഈ ഒരു കോളത്തിൽ കോമൺ ആയിട്ട് -1 ഉണ്ട്. ഓക്കെ, അതിന്റെ മുമ്പേ നമുക്കിപ്പം കിട്ടേണ്ട ആൻസറിൽ ഇവിടെ ബി സി ആണുള്ളത്, ഇവിടെ ബി സി സി എ ബി. അപ്പൊ നമുക്ക് കിട്ടിയത് ബി സി സി എ ബി, കുറച്ച് ഒരു മൈനസ് ഉണ്ടെന്നല്ലേ ഉള്ളൂ, ബാക്കി ഇതൊക്കെ കിട്ടി. നമ്മുടെ ഫസ്റ്റ് കോളം കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലെ. ഫസ്റ്റ് കോളത്തിൽ നമുക്ക് എന്താ കിട്ടണ്ടേ? എ ബി സി എന്നാ കിട്ടണ്ടേ. അപ്പം നമുക്ക് ഫസ്റ്റ് കോളത്തിൽ എ ബി സി എന്ന് കിട്ടേണ്ടതിന് പകരം ഇവിടെ ഇപ്പം a + b + c എന്നാണുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പം നമുക്ക് എ കിട്ടേണ്ടതിന് ഇവിടെ a + b + c എന്നുണ്ട്, ഇവിടെ ഒരു -b - c ഉണ്ടല്ലോ. അപ്പം ഇതും പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എ മാത്രമല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഇനി എന്റെ c1 is changes as എന്ത് വരും? c1 + c2 + c3. ക്ലിയർ ആണോ? നമുക്കിനി ഫസ്റ്റ് കോളം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വിച്ച് ഇംപ്ലൈസ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 × a + b + c -b - c പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തേ ബാക്കി ഉണ്ടാവുള്ളൂ? a മാത്രം. അതേപോലെ ഇവിടെ a + b + c -c - a പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തേ ബാക്കി ഉണ്ടാവുള്ളൂ? b മാത്രം. അതേപോലെ ലാസ്റ്റിൽ ഏത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? c മാത്രം. ഓക്കെ, ഇനി ഇവിടെ എന്ത് വരും? ബാക്കി -b - c -c - a ആൻഡ് -a - b. ക്ലിയർ അല്ലേ? ഇനി നോക്കുമ്പോൾ എന്റെ ഈ സെക്കൻഡ് കോളത്തില് ഈ തേർഡ് കോളത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്? സെക്കൻഡ് കോളത്തിൽ മൊത്തത്തിൽ കോമൺ ആയിട്ട് ഒരു -1 ഉണ്ട്, അതിന് ഞാൻ ഔട്ട് സൈഡ് എടുത്ത്. അപ്പൊ 2 × -1. അതേപോലെ തേർഡ് കോളത്തിലുണ്ട്, അപ്പൊ അതിനെ ഔട്ട് സൈഡ് എടുത്ത്, വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പം അവിടെ പിന്നെ ഇൻറ്റു ഒരു -1 വരും, ഇൻറ്റു a b c b c a c a b എന്ന് വരും. ഈ -1 × -1 എന്തായി പോകും? 1 ആയി പോകും. ദാറ്റ് ഈസ് 2 × a b c b c a c a b. ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതെന്ന് പറയുന്നതിന്റെ വാല്യൂ 2 × a b c b c a c a b, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? വിച്ച് ഇസ് ഈക്വൽ ടു RHS. നമ്മൾ LHS സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾ ലാസ്റ്റ് എവിടെ എത്തി? RHS-ലെത്തി. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി മിസ് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം എന്താടാ പറയുന്നത്? ഷോ ദാറ്റ് determinant 1a square 1a square 1 is equal to a cube minus 1 whole square. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ? a cube minus 1 whole square.
അപ്പം മിസ് ആദ്യം ഈ എ ക്യൂബ് മൈനസ് 1 ഹോൾ സ്ക്വയറിനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ നമുക്ക് കിട്ടേണ്ട ഒരു ടേമിലേക്ക് എഴുതുമ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ക്യൂബ് മൈനസ് 1 ഇൻറ്റു എ ക്യൂബ് മൈനസ് 1. ഓക്കെ, ഇനി ഈ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. ഓക്കെ, അപ്പൊ ഈ ഒരു റിസൾട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു എ മൈനസ് ബിക്ക് പകരം ഇവിടെ 1 ആണ്. അപ്പൊ എ മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ പ്ലസ് എ. ഇത് അതായത് എ ക്യൂബ് മൈനസ് 1ന് പകരം നമുക്ക് ഈ ഒരു സാധനം വന്നാൽ നമുക്ക് അതിന് എന്ത് എഴുതാം? എ മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 1 പ്ലസ് എ എന്ന് പറഞ്ഞതിന് നമുക്ക് എ ക്യൂബ് മൈനസ് 1 എന്ന് എഴുതാം. അപ്പൊ ഇത് നമ്മൾ ഓർത്ത് വെക്കണം. ഇതാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ നമ്മുടെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി വന്നപ്പോൾ നമ്മൾ 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയറിന് പകരം 0 എന്നുള്ള ആ ഒരു സംഭവം യൂസ് ചെയ്തില്ലേ? അതേപോലെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഇത് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ പ്രോബ്ലം നമ്മൾ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇനി ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കുക, നമുക്കിപ്പോ കിട്ടിയ സാധനം എന്ന് പറയുന്നത് 1 പ്ലസ് എ സ്ക്വയർ ഉണ്ട്, പിന്നെ എ മൈനസ് 1 ഉണ്ട്. ഈ ഒരു സംഭവത്തിലേക്ക് നമുക്ക് തന്നതിനെ എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുവരണം. എന്നാലും നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എ ക്യൂബ് മൈനസ് 1 എന്നൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 1 ഉണ്ട്, എ ഉണ്ട്, എ സ്ക്വയർ ഉണ്ട്, എല്ലാത്തിലും എ സ്ക്വയറും 1ഉം എ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ C1 ഈസ് ചേഞ്ചസ് ആസ് നേരത്തെ ചെയ്ത പോലെ തന്നെ C1 പ്ലസ് C2 പ്ലസ് C3 ഇങ്ങനെ ഞാൻ C1 ചേഞ്ച് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 1 പ്ലസ് എ സ്ക്വയർ, അടുത്തതും 1 പ്ലസ് എ സ്ക്വയർ, അടുത്തതും 1 പ്ലസ് എ സ്ക്വയർ. ബാക്കി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. A1 എ സ്ക്വയർ വരും, അടുത്തത് എ സ്ക്വയർ A1 വരും. ഓക്കെ, ഇത് നമ്മൾ C1 ഈസ് ചേഞ്ചസ് ആസ് C1 പ്ലസ് C2 പ്ലസ് C3 ചെയ്തപ്പോൾ. ഈ നോക്കടാ, ഈ ഫസ്റ്റ് കോളത്തിൽ മൊത്തത്തിൽ കോമൺ ആയിട്ട് ആരുണ്ട്? 1 പ്ലസ് എ സ്ക്വയർ ഉണ്ടല്ലേ? അപ്പൊ ഞാൻ അതിനെ ഔട്ട്സൈഡ് എടുക്കാം. അതിനെ ഔട്ട്സൈഡ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ബാക്കി എന്താ വരിക? അതിനൊക്കെ ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ ഒക്കെ 1 ആവും അല്ലേ? 1 ആകും. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? എ സ്ക്വയർ 1a, എ സ്ക്വയർ 1a ആൻഡ് എ സ്ക്വയർ 1. ഇപ്പൊ നോക്ക്, എനിക്ക് ഡിറ്റർമിനന്റ് ഉള്ളിൽ 1 1 1 കിട്ടി അല്ലെ? 1 1 1 കിട്ടിയാൽ നമ്മൾ എന്താ, ഒബിയസ്ലി നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. 1 1 1 കിട്ടിയാൽ നമ്മൾ ഈ രണ്ടാമത്തെ ഈ 1നെയും കൂടി 0 ആക്കിയാൽ 1 0 0 ആകും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാൽക്കുലേഷൻ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇനി R2 ഈസ് ചേഞ്ചസ് ആസ് R2 മൈനസ് R1 ആൻഡ് R3 ഈസ് ചേഞ്ചസ് ആസ് R3 മൈനസ് R1. Therefore എന്റെ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താ? 1a സ്ക്വയർ ഉണ്ട്. ആൻഡ് ഫസ്റ്റ് റോ അങ്ങനെ തന്നെ 1a സ്ക്വയർ എന്ന് വരും. സെക്കൻഡ് റോ എന്റെ R2 എങ്ങനെ ചേഞ്ച് ആയി? R2 മൈനസ് R1. അപ്പം 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ 0. ഇവിടെ എന്ത് വരും? 1 മൈനസ് എ എന്ന് വരും. ഇവിടെ എന്ത് വരും? എ മൈനസ് എ സ്ക്വയർ എന്ന് വരും. അതേപോലെ അടുത്തത് എന്ത് വരും? R3 ഈസ് ചേഞ്ചസ് ആസ് R3 മൈനസ് R1. അപ്പൊ 1 മൈനസ് 1 0 എന്ന് വരും. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് എ എന്ന് വരും. അടുത്തത് 1 മൈനസ് എ സ്ക്വയർ എന്ന് വരും. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇപ്പൊ നോക്കി, ഇവിടെ മൊത്തം 0 ആയില്ല. അതായത് 1 0 0 രണ്ട് 0 വന്നു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അലോങ് ഫസ്റ്റ് കോളം ഇത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആകെ കുറച്ച് കാൽക്കുലേഷൻ ചെയ്താൽ മതിയല്ലോ. വിച്ച് ഇംപ്ലൈസ് 1 പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? 1 ഇൻറ്റു ഡിറ്റർമിനന്റ്, ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ബാക്കി 1 മൈനസ് എ മൈനസ് എ സ്ക്വയർ മൈനസ് എ 1 മൈനസ് എ സ്ക്വയർ. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എ മൈനസ് എ സ്ക്വയർ മൈനസ് എ, ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. അപ്പൊ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് 1 മൈനസ് എ. ഇതിനെ ഞാൻ എനെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും? എ ഇൻറ്റു 1 മൈനസ് എ, അതായത് എ മൈനസ് എ സ്ക്വയർ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ മൈനസ് എ. ഇതിൽ നിന്ന് ഞാൻ 1 മൈനസ് എ, ഇവിടെ 1 മൈനസ് എ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 1 മൈനസ് എ ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ മൈനസ് എനെ പുറത്തെടുത്തു. മൈനസ് എനെ പുറത്തെടുത്താൽ ഇതെന്താകും? 1 മൈനസ് എ എന്നാവുമല്ലോ, കാരണം മൈനസ് എ പ്ലസ് എ സ്ക്വയർ അല്ലേ? യാ, അപ്പൊ മൈനസ് എനെ പുറത്തെടുത്താൽ മൈനസ് എ ഇൻറ്റു 1 മൈനസ് എ.
ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താ, 1 മൈനസ് എ സ്ക്വയർ, 1 മൈനസ് എ സ്ക്വയർ, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് എന്താ പറയാ, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പൊ അതിന് ഇതേപോലെ അങ്ങനെ എങ്ങനെ ചെയ്താ 1 മൈനസ് എ ഇൻറ്റു 1 പ്ലസ് എ. ഇതെങ്ങനെ ചെയ്തെന്ന് മനസ്സിലായില്ലേ? ഈ ഉള്ളിലത്തെ സംഭവങ്ങൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കോളത്തിൽ ഈ ഒരു റോയിൽ കോമൺ ആയിട്ട് ആരുണ്ട്, 1 മൈനസ് എ ഉണ്ടല്ലോ. അതിനെ നമുക്കിനി ഔട്ട് സൈഡ് എടുക്കാം. therefore നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത് which is equal to 1 plus a square into ഒരു 1 മൈനസ് എനെ ഔട്ട് സൈഡ് എടുത്ത്, അതായത് ഈ ഫസ്റ്റ് റോന്ന് 1 മൈനസ് എനെ പുറത്തെടുക്കുക. ആൻഡ് അതേപോലെ സെക്കൻഡ് റോയിലും കോമൺ ആയിട്ട് ആരുണ്ട്, 1 മൈനസ് എ ഉണ്ടല്ലോ. അപ്പൊ അതിനെയും പുറത്തെടുത്തു, വിച്ച് ഈസ് അപ്പൊ ഒരു 1 മൈനസ് എയും കൂടി വരും അല്ലെ, ഇൻറ്റു പിന്നെ അവിടെ എന്താ ബാക്കി ഉണ്ടാവുക, ഇവിടുന്ന് ഒരു 1 മൈനസ് എ പോയാൽ 1, ഇവിടെ ഒരു എ മാത്രം, ദാറ്റ് ഈസ് 1 എ. ഇനി ഇവിടുന്ന് ഒരു 1 മൈനസ് എ പോയാൽ മൈനസ് എ, പിന്നെ ഇവിടെ എന്താ ബാക്കിയുണ്ട്, ഒരു 1 പ്ലസ് എ ഉണ്ടാവും അല്ലെ, 1 പ്ലസ് എ. അത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ബാക്കി ചെയ്യുമ്പോൾ 1 പ്ലസ് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എ ഇൻറ്റു, മിസ് ഇതിങ്ങനെ തന്നെ എഴുതാം കേട്ടോ, കുറച്ചും കൂടി ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണുക. ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും, 1 പ്ലസ് എ മൈനസ് മൈനസ് എ സ്ക്വയർ, അപ്പം 1 പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ എ മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 1 പ്ലസ് എ എന്ന് പറഞ്ഞ ആ ഒരു ഫോമില് 1 പ്ലസ് എ സ്ക്വയർ ഇൻറ്റു നമുക്ക് എ മൈനസ് 1 ആ വേണ്ടത്. നമുക്ക് എന്താ ഉള്ളത്, 1 മൈനസ് എ എന്നല്ലേ കിട്ടിയ. അപ്പൊ മിസ് എന്ത് ചെയ്ത് ഇതിൽ നിന്ന് ഒരു നെഗറ്റീവിനെ പുറത്തെടുക്കുക, ആൻഡ് ഇതിൽ നിന്നും ഒരു നെഗറ്റീവിനെ പുറത്തെടുക്കുക. അപ്പൊ ഇതെന്താകും, എ മൈനസ് 1 എന്നാകും, ഇതും എ മൈനസ് 1 എന്നാകും. ആൻഡ് നമ്മളിത് പുറത്തെടുത്ത് ഈ -1 കൂടി എന്താകും, +1 ആയി പോവും. അപ്പൊ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ. ഈ ഒരു സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? കാരണം മിസ് ഇതിൽ നിന്ന് ഒരു നെഗറ്റീവിനെ പുറത്തെടുത്തു, ഇതിൽ നിന്നും എടുത്തു. ആ പുറത്തെടുത്ത 2 നെഗറ്റീവും കൂടി പോസിറ്റീവ്, -1 കൂടി +1 ആയിപ്പോയി. പിന്നെ ഇവിടെ ഇതാണ് ബാക്കിയുള്ളത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താടാ, നമ്മൾ ഫസ്റ്റിൽ കണ്ടുവെച്ച എ മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്, എ ക്യൂബ് -1 ആണ്. അതേപോലെ ഇവിടെ എന്ത് കിട്ടി, എ മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ, അതെന്ന് പറയുന്നത് എന്താ, എ ക്യൂബ് -1 ആണ്. അങ്ങനെയല്ലേ നമ്മൾ ആദ്യം കണ്ടുവെച്ചേ. എ ക്യൂബ് -1നെ മാറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പം എ ക്യൂബ് -1 ഇൻറ്റു എ ക്യൂബ് -1 എന്ന് പറഞ്ഞാൽ എന്താ, എ ക്യൂബ് -1 ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ ക്യൂബ് -1 ഹോൾ സ്ക്വയർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇതിലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല രസമല്ലേ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോകാൻ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് എ സ്ക്വയർ എ ബി എ സി ബി എ മൈനസ് ബി സ്ക്വയർ ബി സി സി എ സി ബി മൈനസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു സംതിങ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു സംഭവം തന്നിട്ടുണ്ട്. അതായത് 4 എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമ്മൾ ആദ്യം എൽ എച്ച് എസ് തുടങ്ങാം അല്ലെ. എൽ എച്ച് എസ് തുടങ്ങുമ്പോൾ നമ്മുടെ ഡിറ്റർമിനന്റ് മൈനസ് എ സ്ക്വയർ എ ബി എ സി. ഇവിടെ നോക്കുമ്പോൾ 3 സ്ഥലത്തും കോമൺ ആയിട്ട് ആരുണ്ട്, എ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം ആ എനെ ഔട്ട് സൈഡ് എടുത്തു. ഇനി രണ്ടാമത്തെ റോള് നോക്കുമ്പോൾ കോമൺ ആയിട്ട് ആരുണ്ട്, ബി എ മൈനസ് ബി സ്ക്വയർ ബി സി. കോമൺ ആയിട്ട് ആരുണ്ട്, ബി ഉണ്ട്. അപ്പൊ അതിനെയും ഞാൻ പുറത്തെടുത്തു. ഇനി മൂന്നാമത്തെ റോള് നോക്കുമ്പോൾ കോമൺ ആയിട്ട് ആരുണ്ട്, സി ഉണ്ട്. അതിനെയും ഞാൻ പുറത്തെടുത്തു. ഓക്കെ, പിന്നെ ബാക്കി അവിടെ ആരാ ഉള്ളത്, മൈനസ് എ. ഞാൻ ഇവിടുന്ന് എ പോയാൽ ഇവിടെ ബി മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ സി ഉണ്ടാവും. ഇവിടുന്ന് ബി പോയാൽ ഇവിടെ ഒരു എ ഉണ്ടാകും, ആൻഡ് ഇവിടെ ഒരു മൈനസ് ബി ഉണ്ടാകും, ആൻഡ് ഇവിടെ സി ഉണ്ടാവും. ആൻഡ് ഇവിടെ സി പോയാൽ ഒരു എ ഉണ്ടാകും, ആൻഡ് ഒരു ബി ഉണ്ടാകും, ആൻഡ് ഇവിടെ ഒരു മൈനസ് സി ഉണ്ടാവും. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ഫസ്റ്റ് റോന്ന് എനെ പുറത്തെടുത്തു, സെക്കൻഡ് റോന്ന് കോമൺ ആയിട്ടുള്ള ബീനെ ഔട്ട് സൈഡ് എടുത്തു, ആൻഡ് തേർഡ് റോന്ന് നമ്മൾ സീനെ പുറത്തെടുത്തു. ഓക്കെ, ഇനി ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് കോളത്തിൽ കോമൺ ആയിട്ട് ആരുണ്ട്, നമ്മുടെ എ ഉണ്ട് അല്ലേ. അപ്പൊ ഞാൻ ഇനി അതിനെയും കൂടി പുറത്തെടുക്കാം. ഫസ്റ്റ് കോളത്തിൽ നിന്ന് എനെ പുറത്തെടുക്കാം. അപ്പം എന്ത് വരും, എ സ്ക്വയർ എന്ന് വരും. സെക്കൻഡ് കോളത്തിൽ കോമൺ ആയിട്ട് ആരുണ്ട്, ബി ഉണ്ട്. അതിനെ പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ ബി സ്ക്വയർ എന്ന് വരും. തേർഡ് കോളത്തിൽ കോമൺ ആയിട്ട് ആരുണ്ട്, സി ഉണ്ട്. അപ്പൊ നമ്മൾ സീനെ പുറത്തെടുത്താൽ സി സ്ക്വയർ എന്ന് വരും. പിന്നെ ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുക, -1 1 1 1 -1 1 1 1 -1. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ -1 1 1 എന്ന് പറഞ്ഞ ഫോമിൽ കിട്ടി.
ഇനി നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലം പോലെ എന്ത് ചെയ്യും, ഈ 1 1 നമ്മൾ എന്ത് ചെയ്യും, 0 ആക്കും. ഈ 1 1 0 ആക്കാണ് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ C1 ഈസ് ചേഞ്ചസ് ആസ് C1 പ്ലസ് C2. അതായത് C1 പ്ലസ് C2 ചെയ്യുമ്പോൾ ഈ -1 പ്ലസ് 1 എന്താകും, 0 ആയി പോകും. ഈ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ അത് 0 ആയി പോകും. ആൻഡ് C2 ഈസ് ചേഞ്ചസ് ആസ് C2 പ്ലസ് C3. സെക്കൻഡ് കോളം ഈസ് ചേഞ്ചസ് ആസ് സെക്കൻഡ് കോളം പ്ലസ് തേർഡ് കോളം, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും, ഇത് ചെയ്യുമ്പോൾ ഡെൽറ്റ ഈക്വൽ ടു A സ്ക്വയർ B സ്ക്വയർ C സ്ക്വയർ ഇൻറ്റു, ഞാൻ ഇവിടെ എഴുതാം കേട്ടോ, ഇൻറ്റു C1 ഈസ് ചേഞ്ചസ് ആസ് C1 പ്ലസ് C2. അപ്പോൾ -1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 0. ആൻഡ് ഇവിടെ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0. 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 വരും. ഇനി C2 ഈസ് ചേഞ്ചസ് ആസ് C2 പ്ലസ് C3. അപ്പം ഇത് 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2, -1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 0, ആൻഡ് 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0. ആൻഡ് ഫൈനൽ അങ്ങനെ തന്നെ -1. ഇത്രയും ക്ലിയർ അല്ലേ? ഈ ഒരു സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മൾ ഇവിടെ 0 0 ആയി കിട്ടാൻ വേണ്ടിയിട്ട് C1 ഈസ് ചേഞ്ചസ് ആസ് C1 പ്ലസ് C2, C2 ഈസ് ചേഞ്ചസ് ആസ് C2 പ്ലസ് C3 എന്ന് ചെയ്തു. ഇനി നമ്മൾ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു A സ്ക്വയർ B സ്ക്വയർ C സ്ക്വയർ ഇൻറ്റു, ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ 0 ആണല്ലേ. ഇതൊക്കെ 0 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അലോങ് ഈ തേർഡ് റോ അലോങ് ഫസ്റ്റ് കോളം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അലോങ് ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് രണ്ടും 0 ആയതുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് ലാസ്റ്റത്തെ കാൽക്കുലേഷൻ മാത്രമല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് പ്ലസ് മൈനസ് ഇവിടെ പ്ലസ്, അപ്പൊ നമ്മുടെ ബാക്കി എന്താ ഉണ്ടാവുക, 0 ഇൻറ്റു സംതിങ് അത് 0 ആണ്, മൈനസ് 0 ഇൻറ്റു സംതിങ് അത് 0 ആണ്, പ്ലസ് 2 ഇൻറ്റു എന്ത് വരും, പ്ലസ് 2 ഇൻറ്റു ഇത് വരുന്നത് ഡിലീറ്റ് ചെയ്താൽ 2 1 0 1 വരും. ഡിറ്റർമിനന്റ് 2 1 0 1 എന്ന് വരും, which is equal to A square B square C square into 2 into 1 എന്ന് പറഞ്ഞാൽ 2, 2 minus 0 എന്ന് പറഞ്ഞാൽ 2 തന്നെ. അപ്പം 2 into 2 എന്ന് പറഞ്ഞാൽ എന്താ, 2 into 2 is equal to 4, 4 which is equal to 4 A square B square C square. അപ്പം നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യാനുള്ളത്, ഡിറ്റർമിനന്റിന്റെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, which is equal to 4 A square B square C square എന്നല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ RHS, നമ്മൾ LHS സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എവിടെ എത്തി, RHS എത്തി അല്ലേ. സോ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞു. ഇത് ക്ലിയർ അല്ലേ? ജസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കോമൺ ഉള്ളതൊക്കെ ഒന്ന് പുറത്തെടുത്തു, ബാക്കിയുള്ളതിനൊന്ന് 1 0 0 എന്നുള്ളൊരു ഫോമിൽ അല്ലെങ്കിൽ 0 0 എന്ന് പറഞ്ഞൊരു ഫോമിൽ വെച്ചു, എന്നിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനും നോക്കുകയാണെങ്കിൽ ഒരുവിധം സെയിം പാറ്റേണിൽ തന്നെ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇനി ഇത്രേ ഉള്ളൂ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡിറ്റർമിനന്റ് എന്താന്ന് പറഞ്ഞു, അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.